കൊട്ടക്കുളം എന്ന ഗ്രാമത്തിലെ ഒരു ചെറിയ കോളനി നിവാസികളുടെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയാണ് കൊട്ടക്കുളം പയ്യൻസ്. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നെല്ലാം അകന്നുനിന്ന് സ്വന്തം കോളനിയെ നെഞ്ചോട് ചേർത്ത് നിർത്താൻ ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത ഒരു പറ്റം മനുഷ്യരുടെ ജീവിതകഥ പച്ചയായി ആവിഷ്കരിക്കുകയാണിവിടെ. ഒരിക്കൽ ഒരു കൂട്ടം നരാധമന്മാരാൽ ആക്രമിക്കപ്പെട്ട് സർവ്വതും നഷ്ടപ്പെട്ട കോളനി നിവാസികൾ കാലക്രമത്തിൽ പതിയെ അവരുടെ പുതിയ തലമുറയിലൂടെ കോളനിയുടെ പഴയ പ്രതാപത്തിൻ്റെ വീണ്ടെടുപ്പ് സ്വപ്നം കാണുന്നു. ആ ലക്ഷ്യം യാഥാർത്ഥ്യമാകുവാനായി അവർ നിരന്തരം പ്രയത്നിക്കുന്നു. സമീപ ഗ്രാമങ്ങളിലുള്ളവരെല്ലാം ഉത്സവത്തിൻ്റെയും പൂരങ്ങളുടെയും പിന്നാലെ പോകുമ്പോൾ കൊട്ടക്കുളത്തുകാർ നൃത്തച്ചുവടുകളെ നെഞ്ചോട് ചേർത്ത് എന്നും മത്സരങ്ങളുടെ പാതയിലായിരുന്നു. ജയപരാജയങ്ങൾ അവരെ തെല്ലും സ്പർശിച്ചതേയില്ല. കോളനിയുടെ ഉയർത്തെഴുന്നേൽപ്പ് അതുമാത്രമായിരുന്നു അവരുടെ ജീവിതവ്രതം. അതിനിടയിൽ ജീവഹാനി അടക്കമുള്ള അനിഷ്ട സംഭവങ്ങളെ അവർക്ക് നേരിടേണ്ടതായും വന്നിട്ടുണ്ട്. ലക്ഷ്യപൂർത്തീകരണത്തിനായി അവർ ചെറിയ തോതിൽ കൊട്ടേഷനുകൾ ഏറ്റെടുക്കാൻ തുടങ്ങി. അതൊരു ജീവിതഗന്ധിയായ സംഭവങ്ങളുടെ തുടക്കം മാത്രമായിരുന്നു. കൊട്ടക്കുളത്തെ പുതിയ തലമുറയുടെ ജൈത്രയാത്ര അവിടെ തുടങ്ങുന്നു. പിന്നീട് വലിയ വലിയ കൊട്ടേഷനുകൾ അവരെ തേടി വന്നപ്പോഴൊക്കെ നേരിൻ്റെയും നെറിയുടെയും കൂടെ മാത്രമേ അവർ നിലയുറപ്പിച്ചുള്ളൂ. നുണക്കുഴി വിരിയുന്ന കവിളിണകളും കരിമഷി എഴുതിയ മിഴിയിണകളുമുള്ള ധാരാളം സുന്ദരികളാൽ സമ്പന്നമാണ് കൊട്ടക്കുളം. ഇവിടെയും പ്രണയത്തിൻ്റെ തുടിപ്പുകൾ അതിൻ്റെ പഞ്ചാക്ഷരീ മന്ത്രങ്ങൾ ഉരുക്കഴിക്കുന്നു. മഴക്കാടുകൾ പൊഴിക്കുന്ന നിശ്വാസം പോലെ, ഗ്രീഷ്മത്തിനൊടുവിൽ വസന്തം വരും പോലെ ഇവിടെയും പ്രണയം പൂത്തുലഞ്ഞു നിൽക്കുന്നു. അവർ വരികയാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊട്ടക്കുളത്തിൻ്റെ കഥയുമായി. ഡിയർ ഓഡിയൻസ്, ബുക്ക് ആൻഡ് ടയേഴ്സ് നടത്തുന്ന 28ാമത് ആനുവൽ ഡാൻസ് കോമ്പറ്റീഷനിൽ ലാസ്റ്റ് പെർഫോമൻസുമായി എത്തുന്നു കൊട്ടക്കുളം പയ്യൻ. எங்கேயும் மாற்றவும் எதுவும் இல்லை. ஏனோ இந்த உலகம் முழுசா சொன்னா அது கொஞ்சம் லூசா லேசா. உன் சிரிப்பை பார்த்தா அடடா அடடா தோழா. பாடா உன் எய்முக்குள்ளே போடா, உன் ஸ்ட்ரென்த்துக்குள்ளே ஏண்டா, உன் முடிவில் தொல்லை இருந்தா சரிடா. இந்த ஊரே பேசும் போதும் நீ வாய மூடியாடு. உந்தன் ஆட்டம் மாசா இருந்தா சேர்ந்தாடுவோம். லைஃப் என்றா ஒன்றே ஒன்றா, அதில் ப்ராப்ளம்ஸ் எதுவும் வேணா. நீ ரைட்டா ஸ்மூத்தா இருந்தா கொண்டாடுவோம். கனவுகள் என்றும் உனக்குள்ளேயோடும், நீ ஜன்னலாய் மாறா நீயோடே நோடே. நினைவுகளாக இருக்கும் வரையில் முயற்சியை காட்டி நாம் வாழ்வேன் வாழ்வேன். ஒவ்வொரு வழிகளுமே ஒவ்வொரு பாடம்தான். முயற்சியின் கதைகளிலே புது சரித்திரம் நீதானே. இந்த ஊரே பேசும் போதும் நீ வாய மூடியாடு. உந்தன் ஆட்டம் மாசா
போங்க காட்டுக்கு தான் எங்கேயும் மாற்றவும் எதுவும் இல்ல ஏனோ இந்த உலகம் முழுசா சொன்னா அது கொஞ்சம் லூசா லேசா உன் சிரிப்பை பார்த்தா அடடா அடடா தோழா வாடா உன் எய்முக்குள்ள போடா உன் ஸ்ட்ரென்த்துக்குள்ள ஏண்டா உன் முடிவில் தொல்லை இருந்தா சரிடா இந்த ஊரே பேசும் போதும் நீ வாய மூடியாடு உந்தன் ஆட்டம் மாசா இருந்தா சேர்ந்தாடு போ லைஃப் என்றா ஒன்றே ஒன்றா அதில் ப்ரோக்ராம் செதவும் வேணா நீ ரைட்டா ஸ்மூத்தா இருந்தா கொண்டாடு போ താങ്ക് യു ഡിയേഴ്സ്. അങ്ങനെ 10 ടീമുകൾ മാറ്റുരച്ച സിനിമാറ്റിക് ഡാൻസ് മത്സരം ഇവിടെ സമാപിക്കുകയാണ്. ഇതിലെ വിജയി ആരെന്നറിയാൻ നിങ്ങളെപ്പോലെ ഞങ്ങൾക്കും ആകാംക്ഷയുണ്ട്. തീപാറുന്ന പോരാട്ടമായിരുന്നതിൽ ആർക്കും സംശയമില്ല. ഇതിലെ വിധികർത്താക്കളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിജയികൾ ആരെന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യാം ജഡ്ജസിനെ. വെൽക്കം. നമസ്കാരം. എല്ലാവരും വളരെ മനോഹരമായി പെർഫോം ചെയ്തു. അതിൽ മികച്ച പെർഫോമൻസ് ചെയ്തവരുടെ പേരുകളാണ് ഇവിടെ പറയാൻ പോകുന്നത്. തേർഡ് പ്രൈസ് ഗോസ് ടു ജൂനിയർ ഉടുമ്പ് ടീം. സെക്കൻഡ് പ്രൈസ് ജാക്സൺ ആൻഡ് ടീം. ആരായിരിക്കും ഫസ്റ്റ്? എനി ഗസ്? ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു കൊട്ടക്കുളം പയ്യൻ. സമ്മാനദാന ചടങ്ങാണ് ഈ വേദി സാക്ഷി വഹിക്കാൻ വേണ്ടി പോകുന്നത്. സമ്മാനം നൽകുന്നതിന് വേണ്ടി VPM ഗ്രൂപ്പ് MD ശ്രീ ഹുസൈൻ അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. വിന്നേഴ്സായ കോട്ടക്കുളം പയ്യൻസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം കോട്ടക്കുളം പയ്യൻ. മോനെ, അച്ഛന്റെ ആഗ്രഹം സാധിച്ചല്ലോ. നമുക്ക് പോവാം. പോലെ മകനും വലിയ ഡാൻസുകാരനായല്ലേ. വാ മോനെ, നമുക്ക് പോവാം. വാ. അമ്മേ, ആരാണ് എൻ്റെ അച്ഛൻ? എന്താ അവിടെ പ്രശ്നം? എന്താ അവിടെ ചേച്ചി? അതിനർത്ഥം പ്രശ്നം തന്നെയാണല്ലോ. എന്താ പ്രശ്നം? എന്താ? ഈ മൂദേവി എന്റെ മൂത്ത മകനെ കൊന്നു. രണ്ടാമത്തെ മകനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഇല്ല അമ്മേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഈയാളാണ് എന്റെ റൂമിലേക്ക് വന്ന് കേറി. എന്തിട്ടാ മോണിക്ക് മോളെ? എനിക്ക് 24 മണിക്കൂറും വെള്ളത്തില്ല. അയാളെ കണ്ടാൽ അറിയാലോ. മോള് ബാഗ് എടുക്ക്. ആ എടുത്തോ മോള്. വാ അങ്ങോട്ട് നടക്ക്. ഞാൻ പലപ്പോഴും മരിക്കണമെന്ന് വിചാരിച്ചതാ. ഈ മോള് വിചാരിച്ചിട്ടാ ഒന്നും ചെയ്യാത്ത. ഓൻ കള്ളു കുടിച്ച് കാല് നിലത്തറച്ചോത്താനാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം.
ഓൻ പൊള്ളു പോരാന്ന് ഞമ്മക്കറിയില്ലേ? മോളങ്ങോട്ട് നടക്ക്. ആരും ഇല്ല. മോള് വിഷമിക്കണ്ട, മോള് നടക്ക്. നമ്മളില്ല ഇവിടെ. ഉപ്പ ഗുളിക കഴിച്ചോ? എന്ത് ഗുളിക? 2 എണ്ണം കഴിഞ്ഞ്. ഏത് സമയത്ത് ഒന്നും കൂടി വരൂ, അപ്പം അങ്ങോട്ട് പോവാ. ഉപ്പച്ചക്ക് ഇതല്ലാതെ വേറൊന്നും പറയാല്ലേ? ഉപ്പ പോയാ പിന്നെ എനിക്ക് ആരാ? ആ, അതും ശരിയാ. അല്ല മോളെ, ഇന്ന് രാവിലെ എന്താ കഴിക്കാനുള്ളത്? അറിയില്ല, ചേച്ചി ഉണ്ടാക്കാന്നാ പറഞ്ഞേ. ആ, എൻ്റെ മോളെ അയ്യോളെ ബുദ്ധിമുട്ടിപ്പിക്കരുത് കേട്ടോ. ചേച്ചിയാ പറഞ്ഞേ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കി തരാന്ന്. ആ, ഒന്നാമത് ഓക്കൊരു പണിയില്ല. നമ്മൾ കണ്ടറിഞ്ഞ് നിൽക്കണം. നമ്മളെ തണലല്ലേ ഓള് ജീവിക്കണേ, അതുകൊണ്ട് നമ്മൾ കണ്ടറിഞ്ഞ് നിൽക്കണം. ഉപ്പ ഗുളിക കഴിച്ചോ? ആ, കഴിച്ചു മോളെ. എന്നാ വാ ഭക്ഷണം കഴിക്കാം. അല്ല മോളെ, നക്ഷത്ര മോളവിടെ? അകത്തുണ്ട്, ഞാനിവിടെ ഉണ്ട്. അല്ല പഠിച്ചോനെ. ആ, വഴി മക്കളെ, നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം. ഉമ്മ ഉണ്ടാക്കി തരുന്ന കറിയുടെ അതേ ടേസ്റ്റ്. ഞാനത് പറയാൻ പോവേ, ഓളിപ്പം എൻ്റെ കൽബുക്കൂടെ അങ്ങോട്ട് കടന്നു പോയിട്ടുള്ളൂ. ആ മോളെ, ഇന്ന് പത്രത്തിലൊരു വാർത്ത ഉണ്ടായി, വീട്ടിൽ കുത്തിരുന്ന് പൈസ ഉണ്ടാക്കാൻ. എന്തോ ഒരു ഗ്രാഫ്റ്റോ എന്താണ്? ഗ്രാഫ്റ്റ് അല്ല ഉപ്പച്ചി, ക്രാഫ്റ്റ്, കരകൗശലം. ആ, അതന്നെ. മോക്ക് അതിന് താല്പര്യമുണ്ടോ? നല്ല വരുമാനം കിട്ടും. എനിക്കിഷ്ടപ്പാ. എനിക്കും ഇഷ്ടം ഉപ്പച്ചി. ഞങ്ങൾ രണ്ടാളും കൂടി ഒരു കാര്യം ചെയ്യും, നിങ്ങളൊന്ന് പോയി അന്വേഷിച്ചാൽ. ശരി ഉപ്പാ. മോളെ പതുക്കെ. വാ മോളെ, വാ, നമുക്ക് ഓഫീസിൽ പോയിട്ട് വരാം. ഇവിടെ ക്രാഫ്റ്റ് പഠിപ്പിക്കുന്നുണ്ടോ? യെസ് മാഡം. ഇവിടെ വേറെ എന്തൊക്കെയാ പഠിപ്പിക്കുന്നത്? ക്രാഫ്റ്റ്, മ്യൂസിക്, ക്ലാസിക്കൽ ഡാൻസ്, ഫിറ്റ്നസ്. സിനിമാറ്റിക് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടോ? എത്ര ഫീസ് വരുന്നത്? അഡ്വാൻസ് ഫീസ് 1000, ഫീസ് 500. നാളെ കോമ്പറ്റീഷനാണ്, ഫുൾ ടീം വരണം, ഫുൾ സപ്പോർട്ടും ചെയ്യണം. ഓക്കെ? ഓക്കെ സാർ. ഞാൻ കുടിക്കും, കളിക്കും, പിടിക്കും. പണ്ടാറക്കാലം കുടിച്ചു വരുന്നുണ്ട്. ഉമ്മർത്ത് കാര്യസ്ഥലം തള്ളേണ്ടല്ലോ. നിനക്കൊന്ന് ഈ കുടി നിർത്തിക്കൂടെ? എന്താ തള്ളേ? എനിക്കെന്റെ കൊച്ചുമോളെ വേണം, അവളാ ഈ തറവാടിന് അവകാശി. അമ്മ പറയുന്നത് കേക്ക് മോനെ. താൻ പോടോ. മോളെ, നീ എവിടെയാ? നീ ഒന്ന് ഇറങ്ങി വരുന്നുണ്ടോ? കണ്ണാടിക്ക് മുമ്പിൽ നിന്റെ അഭ്യാസമൊക്കെ നിർത്ത്. നീ ഡാൻസ് ക്ലാസ്സിലേക്ക് തന്നെയല്ലേ പോകുന്നേ? ഇവിടെ കിടന്ന് കണ്ണാടിക്ക് മുമ്പ് കാണിക്കുന്ന കോപ്രായോ നല്ല ഡാൻസ്, അത് അവര് പഠിപ്പിച്ചു തരും. വാ. മോളെ, ചേച്ചി റെഡിയായില്ലല്ലോ, ഇതെന്ത് പറ്റി? ശരിയാണല്ലോ. അയ്യോ, നീ ഇതുവരെ റെഡിയായില്ല? ഇല്ല ചേച്ചി, ഉപ്പച്ചിക്ക് ഇന്നലെ നെഞ്ചുവേദന ഉണ്ടായിരുന്നു. എന്നാ ഉപ്പച്ചി നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. അത് വേണ്ട, മോൾ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ. ക്ലാസ്സിൽ ചേർത്തിട്ട് വാ, അടുത്ത ക്ലാസ് നമുക്ക് ഒരുമിച്ച് പോവാം. ശരിയേ? മോള് പോയി പറഞ്ഞോ? ഓ, പറഞ്ഞു. എന്നാ ഞാനും ഒന്ന് പോയി പറഞ്ഞു വരാം. വേണ്ട, വാപ്പച്ചിനോട് ഞാൻ പറഞ്ഞോളാം. ശരി.
ആ മോളെ ഓട്ടോ വന്നിട്ടുണ്ട്, മോളൊന്ന് പോയി കയറ്. ഹലോ, ആ മോളെ ഞാനിപ്പോ വരാം. ഒന്ന് വേഗം EMS ഹോസ്പിറ്റലിലേക്ക് പോവോ? ചേച്ചി ചേച്ചി മൈഹാജിയുടെ കൂടെ ആരാ വന്നത്? ഞാനാ. വരൂ. മൈൻഹാജിയുടെ ആളല്ലേ? സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. രോഗി ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ മരിച്ചു. മോളെ, മോള് വല്ലതും കഴിച്ചോ? എന്നൊന്നും ഉണ്ടാക്കിയില്ല, ഇപ്പൊ ഉണ്ടായിത്തരാം മോളെ. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളല്ലേ സംഭവിച്ചോണ്ടിരിക്കും. മോള് ചെറുപ്പമല്ലേ, ഇനി ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടാകും. ഇങ്ങനെയൊക്കെയാണ് ജീവിതം. പിന്നെ മോളെ, പാത്തുവിനെ ഒറ്റയ്ക്ക് നിർത്തിപ്പോവാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അവളെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാണ്. അവൾ പ്രായപൂർത്തിയായ ഒരു കുട്ടിയല്ലേ. അല്ല നിങ്ങളെ രക്ഷിക്കട്ടെ. പാത്തു വണ്ടിയിലുണ്ട്. പോട്ടെ. ഇതെന്താ സംഭവം? വണ്ടി മാറ്റടാ. എടുത്തു മാറ്റണം. ഗുഡ് മോർണിംഗ്. എല്ലാം ഓക്കെ അല്ലേ? ആ സാർ, എല്ലാം ഓക്കെയാണ്. ആ പുറകെ നിൽക്കുന്ന കുട്ടി നല്ലവണ്ണം കളിക്കുന്നുണ്ട്. മോള് ഫ്രണ്ടിലോട്ട് വന്നേ. പ്ലേ സോങ് ഫ്രണ്ടായി നിൽക്കൂ. ഓക്കെ, 1 2 1 2. മോളുടെ കൂടെ ആരാ വന്നത്? എവിടെ? ചേച്ചി ഒന്ന് വരുമോ? ഇതിനു മുന്നേ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. ഒരു ചാനൽ ഷോ ഉണ്ട്, മോളെവിടാൻ താല്പര്യമുണ്ടോ? അതിനെന്താ, ഒരു പ്രശ്നമില്ലല്ലോ. നാളെയല്ലേ ഷൂട്ട്? ആ അതെ. ഓക്കെ, സൗണ്ട് റെഡി. കൽബിന്റെ പാടത്തൻ കരളിൽ കൂടൊരുക്കി. കൽബിന്റെ പാടത്തൻ കരളിൽ കൂടൊരുക്കി. ഏലേ ഏലല്ലോ ഏലേ ഏലല്ലോ ഏലേ ഏലല്ലോ ഏലല്ലോ. മേലെ മാനത്ത് ചന്ദ്രിക തിരനീട്ടി എത്തുമ്പോൾ മുഹബത്തിൻ പൊരുളന്തെന്നറിയുന്നു ഞാൻ. മധുരിക്കും ഓർമ്മകളാൽ മനതാരിൽ വിളങ്ങുന്ന ഗസൽ പൂത്ത സന്ധ്യകൾ നീ എന്നും ഓർക്കുന്നുവോ?
കൂടൊരുക്കി നീ എന്റെ ചാരത്ത് ചിരിതൂകി അണയുമ്പോൾ പവിഴമ്പോൾ മഴ തൂകി സന്തോഷം ഹൃദയത്തിനുള്ളിൽ നീ കരകാണാത്തിര പോലെ അലതെല്ലാം ഓളത്തിനാഘോഷം കഥകൾ പറഞ്ഞു തന്നു പിന്നെ പലവട്ടം പിണങ്ങി നിന്നു കുറുമ്പുമായി അടുത്തു വന്നു കാതിൽ പരിഭവം മൂളി നിന്നു മേലെ മാനത്ത് ചന്ദ്രികത്തിര നീട്ടി എത്തുമ്പോൾ മുഹബത്തിൻ ഉരുളന്തെന്നറിയുന്നു ഞാൻ മധുരയ്ക്കും ഓർമ്മകളാൽ മനതാരിൽ വിളങ്ങുന്ന ഗസൽ പൂത്ത സന്ധ്യകൾ നീയെന്നും ഓർക്കുന്നു കൽവിന്റെ പാടത്തൻ കരളിൽ കൂടൊരുക്കി കൽവിന്റെ പാടത്തൻ കരളിൽ കൂടൊരുക്കി ചന്ദ്രികത്തിര നീട്ടി എത്തുമ്പോൾ മുഹബത്തിൻ ഉരുളന്തെന്നറിയുന്നു ഞാൻ മധുരയ്ക്കും ഓർമ്മകളാൽ മനതാരിൽ വിളങ്ങുന്ന ഗസൽ പൂത്ത സന്ധ്യകൾ നീ എന്നും ഓർക്കുന്നു കൽവിന്റെ പാടത്തൻ കരളിൽ കൂടൊരുക്കി കൽവിന്റെ പാടത്തൻ കരളിൽ കൂടൊരുക്കി ഓക്കെ ഓക്കെ ശരി. ആശാൻ എല്ലാവരും പോയി. ആ നിങ്ങൾ വയ്ക്കോ? ആ കഴിച്ചു. ഭക്ഷണം കഴിച്ചോ? ഓക്കെ. അല്ല നിങ്ങൾ പോയില്ലേ? ഇനി നാട്ടിലേക്ക് ബസ്സില്ല. കുറേ നേരമായി കാത്തിരിക്കുന്നു. എന്നാ വണ്ടി കയറി, ഞാൻ വിട്ടുതരാം. ശരി. ഹലോ. ആ എന്ത് പറ്റി? ഞാനിപ്പോ വരാം. ചീളെ എനിക്ക് എന്താ ആശാനെ? ഒന്നുമില്ലടാ, ഒരു ഹോസ്പിറ്റൽ കേസാ. ചീളെ വണ്ടിയിട്. ആ ശരി. ഈ ഡ്രിപ്പും കൂടെ കഴിഞ്ഞാൽ വീട്ടിൽ പോവാം. ഇന്നലെ കളിച്ചതിൻ്റെ ക്ഷീണമേ ഉള്ളൂ. ശരി ശരി എന്നാ. ഓക്കെ. അറിയാതെ ഞാൻ വിഷ്ണുവിനെ അല്ല അവൻ്റെ അച്ഛനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഞങ്ങളെ പ്രണയിച്ചു, എല്ലാം കൈമാറി. ആരുമല്ലാത്ത എനിക്ക് ദൈവം കൊണ്ടെത്തുന്നതാണ് വിഷ്ണുവിനെ.
உதிர்ந்த ஒத்த கூந்தலில நான் பட்டம் ஆன ஓந்தாவணி வீசும் காத்துல நான் காணா போன காட்டு மயில் கத்தி கூவ மேகந்தான் மெல்ல தூர கண்ணிரண்ட மூடி பார்த்தேன் கண்ணி மயில் நீதான் வார பொசுக்குன்னு பூனை போல வந்து என்ன மெல்லதன ஓயாம வளப்புரியே ஓ உதிர்ந்த ஒத்த கூந்தலில நான் பட்டம் ஆன ஓந்தாவணி வீசும் காத்துல நான் காணா போன கரும்பு காட்டுல புகுந்த யானைய சும்மா நீ இருந்திடுமா வேலி போட்டவும் சோழ காட்டுல கொஞ்சம் தின்னா குறைஞ்சிருமா கல்லு போல நானும் கண்ணு முன்ன இருக்க நிழலாக ஏண்டி நெசமாக வார தாய்மடி தேடும் குட்டிய போல என்னையோ தேட விட்ட அடி போடி போடி பகட்டுக்காரி என்னைய அண்ட விட்ட அட போடா மீசக்காரா என கொட்டாத தேளா உன்னை நினைச்சு இந்த பாதகத்தை போன நூலா காட்டு மயில் கானம் பாட மேகதாம் மெல்ல தூர கன்னிமயம் மூடி பார்த்து நெஞ்சுக்குள்ள நீதான் வார பொசுக்குன்னு பூர போல வந்து என்ன மெல்லதென ஓயாம வளப்புரியே ஒருவன் தூக்குன என்ன தாக்குன சும்மா கிடந்தவள கிளப்பி விட்ட பூத காத்துல சூடு ஏத்துன மனச நீதான் கெடுத்து புட்ட சிரிக்குவோம் சிரிப்பு சிக்க வைக்கும் எதமா சினுக்கருக்கி பார்வை குத்துதன சொகமா ஒதுங்கினா போனா ஈவளவி தானா சாட சொல்லி குலுங்கும் சத்தம் ஒரு தீனா ஒன்ன கண்டா வலையில நண்டா பட்டுக்கிட்டு பரிதவிச்சேன் மஞ்ச தாலி வெரசா கொண்டா உனக்கெனதா உசுர வச்சே ஓ உதிர்ந்த ஒத்த கூந்தலில நான் பட்டம் ஆன ஓந்தாவணி வீசும் காத்துல நான் காணா போன காட்டு மயில் கானம் பாட மேகதாம் மெல்ல தூர கன்னிமயம் மூடி பார்த்து நெஞ்சுக்குள்ள நீதான் வார பொசுக்குன்னு பூல போல வந்து என்ன மெல்லதன ஓயாம வளப்புரியே ആരാ ഇതിനു മുമ്പ് ഇവിടെയെങ്ങും കണ്ടിട്ടില്ലല്ലോ. ഞാൻ വിഷ്ണുവിന്റെ വീട്ടിൽ വന്നതാ. നമ്മുടെ വിഷ്ണുവിന്റെ വീട്ടിലോ? അതെ. ഒന്ന് മുമ്പോട്ട് നിൽക്കുവോ? എവിടുന്നാ? എവിടെയാ വീട്? കൊല്ലങ്കോട്. തിരിച്ചു പോവാണോ? അല്ല, ഇവിടെ പീടിയിൽ നിന്ന് സാധനം വാങ്ങാൻ വന്നതാണ്. മോൾ ഇവിടെ കൂടിക്കോ. കൊട്ടക്കുളത്തിന് ഒരു പുതിയ അതിഥിയെ കിട്ടിയല്ലോ. നന്മയുള്ളവരാ, നേരും നെറിയുള്ളവരാ.
എന്താ പറ്റിയത്? അതറിയണമെങ്കിൽ കൊട്ടക്കുളത്തിൻ്റെ ചരിത്രം അറിയണം. അത് പിന്നീട് ഒരിക്കലാവാം. മോള് സാധനങ്ങൾ വാങ്ങി വിഷ്ണുവിന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക. അവന് വലിയ സന്തോഷമാവും. ശരി, എന്നാ ഞാൻ പോയിട്ട് വരാം. ശരി. ശരി മോളെ. ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ മോളെ. എവിടുന്നാ? വിഷ്ണുവിന്റെ വീട്ടിലേക്കാണ്. ഓ, വിഷ്ണുവിന്റെ വീട്ടിലേക്കാണോ? വിഷ്ണുവിന്റെ സെറ്റപ്പ് എന്താ വേണ്ടേ? പാല് വേണം, പിന്നെ ബിസ്ക്കറ്റ്, പിന്നെ പഴം കൂടി. താനെന്താ കാണിക്കുന്നേ? അല്ല, താനെന്തായി കാണിക്കുന്നേ? തേൻ കണ്ട കുടിക്കാൻ തോന്നുന്നത് ആർക്കാ മോളെ? പ്രത്യേകിച്ച് ചെറുവേനാണെങ്കിൽ ഓണങ്ങളെ നിരക്ക് കൈ കൊണ്ടിരിക്കുന്നത്. ഹലോ വിഷ്ണു. നീനു, വേണ്ട, എനിക്ക് വേണ്ടി ചെയ്യണ്ട വിഷ്ണുട്ടാ. 3 ലക്ഷം വേണം. അത് വലിയ റിസ്ക്കാ. കാലോ കയ്യോ വെട്ടുന്ന പോലെയല്ല ഇത്. ഉടുമ്പൊരു വാക്ക് പറഞ്ഞ വാക്കാ. ഓക്കെ ഓക്കെ. അറിയില്ല. നേരിന്റെ നേരെ നിന്നിട്ടുള്ളൂ കൊട്ടക്കുളം. എരുകേണ്ട നേരെ നിന്നിട്ടില്ല. മനസ്സിലായടാ? ഞങ്ങൾ നിന്നിട്ടുള്ളൂ. நிறுத்துங்கடா. தெருவில் கிடந்த நாய மாதிரி சண்டை போடாம முதல்ல வீட்டுக்கு வாடா. இங்க இருந்து மாறி மாறி சண்டை போடுறதுக்கு தானே உனக்கு எல்லாமே சோறு போடுறதுனா? வாடா. டேய் வண்டி எடுறா. ഇതല്ലടാ അംഗം. 28-ാം തീയതി സ്റ്റേജ് കാണിക്കുന്നില്ല ചങ്കൂറ്റി. എന്താടാ ആടൻ കാണിക്കടാ. என்னடா சின்ன புள்ள மாதிரி விளையாடி இருக்கியா? വെക്കമില്ല ഉങ്ങൾക്ക്? ഗൗണ്ടറെ, കുടുംബാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഞങ്ങളെ ചൊറിഞ്ഞാൽ തിരിച്ച് ഞങ്ങളും ചൊറിയും. അത് ഏത് ഉടുമ്പാണെങ്കിലും. എന്നടാ പ്രശ്ന? ഒന്നുമില്ലണ്ണാ, அந்த பொண்ணு செம்ம கட்டை. ஏ விஷ்ணு, அவள் அவ்வளவு பெரிய நாட்டுக்கட்டையா? കൗണ്ടറേ, അത് ഞങ്ങളോട് വേണ്ട. വാടാ. പോരമ്പോക്ക്. നീ മീൻ വാങ്ങിച്ചോ? വാങ്ങി. മത്തിയാ. എന്നും മത്തി തന്നെയാ? എന്താണ് പീട്ടേട്ടാ, സുഖല്ലേ? വിഷ്ണു കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ. അവനൊരു വർക്കിന് പോയതാ. അതിനിടയിൽ ഒരു പ്രശ്നം ഉണ്ടായി. ഇന്നലെ രാത്രി അവൻ എന്നെ വിളിച്ചിരുന്നു. പിന്നത്തേക്ക് വെക്കണ്ടെന്ന് ഞാനും പറഞ്ഞു. താനിരിക്കെ അവൻ തിരികെ വന്ന ഭാഗ്യമുണ്ടെങ്കിൽ തനിക്കൊരു കേസ് കിട്ടും. പീറ്ററേട്ടാ, ഇതാരാ പീട്ടേട്ടാ ഒരു പുതിയൊരാള്? അത് നമ്മുടെ വിഷ്ണുവിൻ്റെ ആളാ. വിഷ്ണു എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ കല്യാണം കഴിഞ്ഞ കാര്യം. കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. അതാവുമ്പോൾ വക്കീലിനെ അറിയിക്കാം. എന്നാ ഞാൻ പോവാണേ. വിഷ്ണു വരുമ്പോ ഒന്ന് ഞാൻ തിരക്കിയാൽ പറഞ്ഞാൽ മതി. വരട്ടെ. മോക്കൊരു കുട്ടിയുണ്ടല്ലേ? അവൾ ഉറങ്ങാണ്. ഭർത്താവ് എന്തു പറ്റിയതാ? വിഷ്ണുവേട്ടനും ടീമും എങ്ങനെയായത്? അവർക്ക് ഈ ഗുണ്ടായുസൊക്കെ ഒന്ന് അവസാനിപ്പിച്ചൂടെ? അത് വലിയൊരു കഥയാണ്.
ഇനി അത് മോള് അറിഞ്ഞിരിക്കേണ്ടതല്ലേ. മോളും കൊട്ടക്കുളം പയ്യൻസിൻ്റെ ഭാഗമാകാൻ പോവുകയല്ലേ. ഞാൻ പറയാം, വിഷ്ണുവിന് അച്ഛനില്ല, അമ്മയായിരുന്നു അവനെല്ലാം. പിന്നെ കൊട്ടക്കുളത്തുള്ള അവൻ്റെ കുറെ കൂട്ടുകാരും. ചെറുപ്പം മുതലേ ഡാൻസ് അവനൊരു ഹരായിരുന്നു. അവൻ പഠിച്ചത് പാണ്ടിക്കുടിയിലുള്ള രാജേഷ് ജോർജ് എന്ന മനുഷ്യന്റെ അടുത്ത്. ഇപ്പൊ അവന്റെ ലക്ഷ്യം മത്സരത്തിലൊരു കപ്പടിക്കുക. അതിനുള്ള തീവ്ര ശ്രമത്തിലാ അവനും അവന്റെ കൂട്ടുകാരും. ഒരു ബീഡിങ് ഒന്ന് മതിയോ? 11കാരിയെ പീഡിപ്പിച്ചു. അവനെ കണ്ടല്ലോ, വെട്ടിക്കൊല്ലണം. 11, 12, 13 ഇതൊക്കെയാണ് ആൾക്കാർക്ക് ഇഷ്ടം. നിനക്ക് ഏതോ താല്പര്യോ? ചെമ്പോത്ത് ആത്മാവിന് തീ കൊടുക്കാൻ തുടങ്ങി. ചെമ്പോത്തെ എൻ്റെ പെണ്ണതാടാ വരുന്ന. റിഹാവിന്റെ മനസ്സിൽ എപ്പോഴും ഡാൻസ് തന്നെ. ഫസ്റ്റ് അടിച്ച നമ്മുടെ കോളനിക്കൊരു അഭിമാനാണ്. കാലം കുറയായി നീ എന്ന സുന്ദരി എന്റെ മനസ്സിൽ കയറിയിട്ട്. ആരും കാണാതെ ഒരു പൂച്ചക്കുട്ടിയെ പോലെ നിന്നൊന്ന് എടുത്തോട്ടെ. പാളിയല്ലോ. നിന്നെ ഞാൻ എടുത്തോളാടി. അല്ല, കവലയിലുണ്ടായത് അറിഞ്ഞോ? ഇല്ല, എന്താണ്? ആ ചെമ്പോത്ത് ലക്ഷ്മിയെ കയറി പിടിക്കാൻ വന്നു. അവൾ നല്ലോണൊന്ന് കൊടുത്തു തന്നെ. കൊടുത്തോ? പക്ഷെ അവൻ അടങ്ങിയിരിക്കില്ല. നമുക്ക് അവനോട് ചോദിക്കണം. ഈ കൊട്ടക്കുളത്ത് ചോദിക്കാനും പറയാനും ആൺകുട്ടികളുണ്ടെന്ന് ഓനൊന്ന് അറിയട്ടെ. ശരിയാ, ഞാനൊന്ന് ഈ ഡ്രസ് ഒന്ന് മാറിക്കോട്ടെ. ആ, എന്റെ ഡ്രസ് എവിടെ? ഒരു കാലം അവരടിച്ചൊടിച്ചതാ. നിങ്ങൾ വേണ്ടാത്തേനൊന്നും പോവണ്ടാട്ടോ. 2 പെൺകുട്ടികളാ നമുക്ക്. അവരെന്താ ചെയ്യാന്ന് പറയാൻ പറ്റൂല. പതുക്കെ പറ, പീറ്റർ കേൾക്കും. ലക്ഷ്മിയോട് ഞാൻ പറഞ്ഞോളാം ഇനി ആ ജോലിക്ക് പോണ്ടാന്ന്. നിങ്ങൾ അവക്ക് വേറെ എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി കൊടുക്ക്. ശരി, നോക്കട്ടെ. അവൻ പോയി. നീ പറഞ്ഞത് അവൻ കേട്ട് കാണും. ഓ, വലിയ കാര്യമായി പോയി. സ്കൂളിലെ എല്ലാ പ്രോഗ്രാമിനും ഞാനാ ഫസ്റ്റ് അടിക്കാറ്. പ്രോഗ്രാമിനും ഞാൻ ഫസ്റ്റ് അടിക്കും. ചേച്ചിക്ക് ഇത്ര കാലമായിട്ടൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ടീച്ചർമാർക്കൊക്കെ സ്കൂളിൽ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് എല്ലാവരും വരും. ഗുരുദക്ഷിണ വെക്കുന്ന ദിവസം മാഷിന്റെ വീട്ടിലേക്ക്. സൂക്ഷിക്കണം, അവനെന്തും ചെയ്യാൻ പാടില്ലാത്തവനാ. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. എന്നും കവലയിൽ വെച്ച് എന്നെ ശല്യം ചെയ്യാറുണ്ട്. എനിക്കറിയാം, നീ ചെയ്തത് ശരിയാണ്. നീ കവല വഴി പോകുമ്പോൾ സൂക്ഷിക്കണം. ഇല്ല രവിയേട്ടാ, ഇനി ഞാൻ ആ ജോലിക്ക് പോകുന്നില്ല. പെണ്ണായാ ധൈര്യം വേണം. പക്ഷെ എല്ലാവർക്കും അത് പറിച്ചില്ലേ ഉള്ളൂ. നീ അത് കാണിച്ചു തന്നു. എന്നാലും മുത്തുലക്ഷ്മി നീ സൂക്ഷിക്കണം. ഞാൻ പോയിട്ട് വരാം. ശരി. ഈ വഴിയാണ് അവൾ നീ ഒന്നും പറഞ്ഞില്ല. അവൾ എന്തായാലും നമുക്ക് അവൾ മുത്താലം കവലയിലുണ്ട്. മുത്താലത്തോ? അവളെ പിടിക്കടാ. ഒരാണിന്റെ മേൽ കൈവരുന്നല്ലോ വിചാരിച്ചല്ലേ? അങ്ങനെ ഓഫായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി.
നീ ഒരാണിന്റെ ദേഹത്ത് കൈവെക്കരുത്. നീ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോള. നീ അടങ്ങ് ചെമ്പോത്ത് അടങ്ങ്. ഒരു പെണ്ണിനോടാണ് ശൗര്യം. ഓടോ, അടങ്ങ് അടങ്ങ്. വാടാ. ഓരോരുത്തന്മാര് വന്നോളും. ഈ കൊട്ടക്കുളം പെട്ടിരെ എവിടെയും പോയി ജീവിക്കും. ചെമ്പോത്ത് പിന്നെ എവിടെ ജീവിക്കാൻ ഒരിക്കില്ല. വേഗം ദൈവമേ. ഇതിനു മുമ്പ് നിങ്ങൾക്ക് ശത്രുക്കളായ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ട്, ചെമ്പോത്ത്. അവൻ കവലയിൽ വെച്ച് അവളെ അവമാനിച്ചിരുന്നു. അപ്പോൾ അയാളുടെ പീഡനം മൂലമാണോ അവർ ആത്മഹത്യ ചെയ്തത്? അതെ, അതുകൊണ്ട് തന്നെയാണ്. ശരി, ഇത് കോടതിയിലും പറയേണ്ടി വരും. എവിടെ വേണമെങ്കിലും പറയാം സാറേ. ശരി വിഷ്ണു, ഇനി നിന്റെ അച്ഛൻ ഞാനും അമ്മ ഇവളുമാണ്. ഇനി മുതൽ നീ ഞങ്ങളുടെ മകനാണ്, ഞങ്ങളുടെ പുന്നാരം മോൻ. എന്റെ എല്ലാം നീ തട്ടിയെടുത്തു. എന്റെ അമ്മ, അനിയത്തിമാർ, അച്ഛൻ, എല്ലാം. അവർക്കൊക്കെ നിന്നെയാണ് ഇഷ്ടം. നീ കാരണം ഡാൻസ് ഞാൻ നിർത്തി. നിന്നെ ഞാൻ വിടില്ല. എനിക്കെന്തു വേണമെങ്കിൽ ചെയ്യാം. നീ എന്റെ അനിയനാണ്. ഞാനൊന്നും തട്ടിയെടുത്തില്ല. ഭരത്, കൈയെടുക്ക്. ഈ കൊട്ടക്കുളത്ത് ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നീ, രണ്ടിലൊരാൾ മതി. നീ എന്താ മോനെ വിഷ്ണുവിനോട് ഇങ്ങനെ പെരുമാറുന്നത്? അവനിവിടെ താമസിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. വിഷ്ണുവേട്ടൻ ഞങ്ങളോട് എന്ത് സ്നേഹ. ഏട്ടനാ ഒട്ടും തീരെ ഞങ്ങളോട് ഇഷ്ടമില്ലാത്ത. വിഷ്ണുവേട്ടൻ ഞങ്ങൾക്ക് എന്തൊക്കെ വാങ്ങിത്തരും. ഏട്ടനാ ഞങ്ങൾക്ക് ഒന്നും വാങ്ങിത്തരാത്ത. ഞങ്ങൾക്ക് വിഷ്ണുവേട്ടനെ ഇഷ്ടാ. എന്നാ നിങ്ങൾ അവന്റെ കൂടെ പോയിക്കോ. മോനെ, അവൻ്റെ അച്ഛനും അമ്മയും മരിച്ചു പോയില്ലേ? അവനിപ്പോൾ ആരുമില്ല. അതുകൊണ്ടല്ലേ അവനെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അവനിപ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്. നിന്റെ ചേട്ടനാണ്. അവനെന്റെ ചേട്ടനൊന്നല്ല. നിങ്ങളെല്ലാരും അവനെ സ്നേഹിച്ചോ. എനിക്കാണ് പാടില്ലാത്തത്. നീ അമ്മയുടെ വാവയല്ലേടാ. നീ അമ്മയുടെ സ്വന്തം മോനല്ലേ. എന്നാലും വിഷ്ണുവിനെ നമുക്ക് മറക്കാൻ പറ്റുമോ? അവൻ നിന്റെ ചേട്ടനല്ലേ. ഒന്ന് ചിരിച്ച്. നല്ല മഴക്കാറുണ്ട്, വേഗം ഇറങ്ങിക്കോളി. വേഗം ഇറങ്ങ്. നീ വരുന്നില്ലേ? ഞാനൊന്നും വരുന്നില്ല. നിങ്ങൾ പൊക്കോ. നിങ്ങളെ മകൻ ഇപ്പൊ വിഷ്ണു അല്ലേ? നീ എന്താ മോനെ ഇങ്ങനെ? ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? നീ വരുന്നില്ലെങ്കിൽ വരണ്ട, ഞങ്ങൾ പോവാ. വാ, നടക്ക്. അവന്റെ നാവിനി പൊന്തരുത്. ആ രവിയേട്ടാ, സൂക്ഷിക്കണം. ആ ചെമ്പോത്ത് ഇവിടെ എവിടെയെങ്കിലും ചെമ്പോത്തിന് പേടിയാ. അന്ന് രാത്രി രവിയേട്ടന്റെ വീട്ടിൽ നിന്ന് ഞാൻ അവരെന്നെ ചവിട്ടി
കാര്യമായിട്ട് അത് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അത് ഏക്കരുത്. ഇടിച്ച് തെറിപ്പിക്കണവനെ. ഒന്നിനും വയ്യാതെ ചെമ്പോത്തിനെ കൊല്ലാൻ ഞാൻ അവനോട് പറഞ്ഞു. കത്തിയിൽ അവന്റെ ചങ്കിലെ ചോര പുരളണം. എന്നാലേ നിന്റെ അമ്മയ്ക്കും നിന്റെ അച്ഛനും എനിക്ക് സമാധാനം ഉണ്ടാവും. അല്ല ചെമ്പോത്തെ, നിന്റെ പുതിയ പെണ്ണല്ലേ പോകുന്നത്? നിന്റെ മുത്തുലക്ഷ്മീൻ്റെ അത്രയൊന്നും പോരാ കേട്ടോ. ഭംഗിയിലല്ല കാര്യം, സാധനം ഒരു 1.5 ഉരുപ്പടിയാണ് അല്ലേ ചെമ്പോത്തെ? അവന് നീ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. വർഷം ജുവനൈൽ ഹോമിൽ എൻ്റെ മക്കൾ. വിഷ്ണുവേട്ടനും ടീമും വരുന്നുണ്ട്, ഞാൻ പോട്ടെ. ഹലോ, നീ എവിടെത്തി? റെയിൽവേ സ്റ്റേഷനിലോ? നീ അവിടെ തന്നെ എന്നോ? ചീളെ, നീ അവിടെയും കൂട്ടിയിട്ട് വാ. ആശാൻ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. എടാ, ഉടുമ്പിൻ്റെ പെങ്ങളല്ലേ? എന്താടാ മുസ്തഫ, എന്താ കാര്യം? ഇവളെന്താ ഇവിടെ? ഉടുമ്പ് ഇവളുടെ കല്യാണം അവരുടെ ഗ്യാങ്ങിൽ ഒരുത്തിനായി ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്, പക്ഷേ എനിക്ക് ഇവനെ പിരിയാൻ പറ്റില്ല. എടാ, ഇത് ആശാന പ്രശ്നമാവേ. അതും പോട്ടെ, ആ ഉടുമ്പർ ഞാൻ ബാക്കി വെച്ചേക്കില്ല. എന്ത് ചെയ്യാനായിട്ടാ, ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടു പോയി. ഞാൻ പറയാനുള്ള പറഞ്ഞു. എന്താണോ ചെയ്യും? നിങ്ങൾ കോമ്പറ്റീഷൻ കാര്യം മറന്നു പോരുത്. നീനു, മോളെവിടെ? മോള് പുറത്തുനിന്ന് കളിക്കുന്നുണ്ട്, ഞാനും ഇവിടെ തന്നെ ഉണ്ടാവും. ചേട്ടൻ ഡാൻസ് റിഹേഴ്സലിന് പോയി വന്നോളൂ. ആ ശരി. Strong
ഉടുമ്പേ ഉടുമ്പല്ല ഉടുമ്പിന്റെ വലം കയ്യാ. കപ്പ് ഇത്തവണ നഷ്ടപ്പെടൂടാ. അവന്മാര് കിടല സാധനത്തിന് ഇറക്കിയിട്ടുണ്ട്. അവർ നാളെ കളിക്കൂല. ഓക്കെ ഓക്കെ. നീ എന്താ ഡാൻസ് പ്രാക്ടീസിന് പറഞ്ഞത്? എന്താണ് നിനക്ക് പറ്റിയത്? അതാശാനെ, ഉടുമ്പിന്റെ പെങ്ങളല്ലേ ഇവൾ? ഇവൾ ഞാൻ ഇവിടെ വിവാഹം കഴിച്ച. തൽക്കാലം നിങ്ങളൊന്ന് മാറി നിൽക്കും, ഈ കോമ്പറ്റീഷൻ കഴിയുന്നവരെ. ശരി ആശാനെ, വാ. ചീളെ, അവനൊരു പോർലി പോലെ ഇരിക്കുന്നു. ശ്രദ്ധിച്ച് കിടത്തണ ചേട്ടാ. മോനെ വിഷ്ണു, വിഷ്ണു ഒന്ന് കഥക് തുറന്നേ. മോനെ വിഷ്ണു, മോനെ മോനെ ചിന്നു ഇതുവരെ വന്നിട്ടില്ല. സമയം 11 കഴിഞ്ഞില്ലേ? ഫോൺ ചെയ്തിട്ട് എടുക്കുന്നില്ല. ഹലോ ഹലോ, ചിന്നു. ചിന്നുവല്ല, നീ ആരടാ? ഹാജി, കാലന്തൻ ഹാജി. നിന്റെ പെങ്ങക്ക് ഒരു പോർല് പോലും ഏൽക്കാതെ കൊണ്ടുപോകാം. എന്റെ ഗോഡൌണിലേക്ക് വന്നാൽ ഒറ്റയ്ക്ക് വരണം. ഹലോ, ഞാനിപ്പോ അവിടെ എത്തും. വണ്ടി എടുക്കേ. പട്ടികളെ വേണ്ട, എന്റെ ഊങ്കുമ്പലൊന്നും ഇവിടെ വേണ്ട. നിന്റെ കോട്ടക്കുളല്ല, ഒറ്റ കണ്ടീഷനുള്ളൂ. നാളെ ഈ കോട്ടക്കുളത്ത് പോവരുത്. എന്റെ പെങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ആശാനെ ഒന്നിനും ഞാൻ വെച്ചേക്കില്ല. ഒരു പോർല് പോലും സംഭവിക്കൂല. അമ്മ പേടിക്കണ്ട, ചേച്ചിക്കൊന്നും പറ്റില്ല. വിഷ്ണുട്ടൻ പോയിട്ടില്ലേ? അവനെയും കാണുന്നില്ലല്ലോ. ഈശ്വര, ഇനി അവന് വല്ലതും പറ്റിയോ? വിഷ്ണുവേട്ടനൊന്നും സംഭവിക്കില്ല. ചിന്നുവിനെയും കൊണ്ടേ വരും. അമ്മ വിഷമിക്കാതിരിക്കും. വിഷ്ണുട്ടൻ വന്നിട്ടുണ്ട്. എല്ലാം പോയി ആശാൻ. കപ്പ് കിട്ടില്ല ആശാനെ, ഞങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല. അവളെ തട്ടിക്കൊണ്ടുപോയി ആശാനെ. നീ എവിടെയായിരുന്നു? നീ ഞങ്ങളെ ചതിച്ചില്ലേ? നിന്നെ എനിക്ക് കാണണ്ട. ഇന്നലെ മുതൽ നക്ഷത്രമോളെ കാണാതായി. അമ്മ, ചിന്നു എവിടെ? ചിന്നു, 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 മോളെ. കയ്യും വെട്ടി, കാലും വെട്ടി, ചങ്കും വെട്ടി. വെക്കട കൈ. കാക്ക പൈസ തന്നെ കിട്ടണം. ഇന്നത്തെ നമ്മുടെ വിജയം അപ്പടിനാ ഭരത് താൻ സ്റ്റാർ. ഇനിമേൽ നീ താൻ കൊട്ടക്കുളത്തോടെ സൂപ്പർ സ്റ്റാർ ആകും. ഇല്ലെങ്കിൽ നമ്മളാക്കും. அதுக்கு அவன் சாவன், அதுவும் கையில் தான் இருக்கு. ഫുൾ സപ്പോർട്ട് നമ്മളെ ഭാഗത്ത്. അതെന്റെ കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹമാണ്. അവനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. நான் கூடவே இருக்கு. ஏய், பணம் எவ்வளவு வேணாலும் நான் கொடுக்குறேன். இது ஒரு சின்ன அட்வான்ஸ் வச்சுக்கோ. അവനൊരുത്തിയെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടില്ലേ? ഇപ്പൊ അവളുടെ നിലവിളി തുടങ്ങിക്കാണും. അത് തന്നെ അവളുടെ കുട്ടി ഇപ്പൊ അവിടെ കാണില്ല.
അത് പോയി. അവന്റെ ഓരോ കൈയും വെട്ടിക്കൊണ്ടിരിക്കുന്നു. மானசீகமாக அவனை தளர்த்தியா அவனை கொல்லான்னு உனக்கு அவ்வளவு ஈஸியாகி போயிடுச்சுல்ல. என்னோட ஃபுல் சப்போர்ட்டு பணம் இருக்கும்போது பயப்பட தேவையில்லை. நீ என் பக்கத்திலே நின்னா போதும், அதுக்கு மீது எல்லாமே நானே பார்க்குறேன். அവിടെയുള്ള കാര്യങ്ങൾ அப்போ അറിയിക്കണം. ஏ பரத், இது என்னோட அன்பு. அடிச்சுக்க. ഉടുമ്പേ, നിന്റെ കാക്ക ഞങ്ങൾ കൊല്ലാൻ പോവാ. അടുത്തത് നീ. എന്റെ പെങ്ങളെ നീ എന്നെ ഒന്നും ചെയ്യരുത് ഇഷ്ടട്ടാ. ഞാനെല്ലാം പറയാം, ഞാനെല്ലാം പറയാം, ഞാനെല്ലാം പറയാം. അന്ന് രാത്രി ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയപ്പോൾ ഞാൻ ചിന്നുവിനെ കണ്ടു. നാട്ടിലേക്കുള്ള ബസ്സൊക്കെ പോയി കഴിഞ്ഞിരുന്നു. നാട്ടിലേക്ക് ആക്കിത്തരാമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ബൈക്ക് കയറ്റി. പോകുന്ന വഴി 1-2 സാധനം വാങ്ങാനുണ്ടെന്ന് കള്ളം പറഞ്ഞ് ഞാൻ അവളെ ഗൗണ്ടറിൻ്റെ വീട്ടിലാക്കി. வாமா வா. நீ நம்ம விஷ்ணுவோட தங்கச்சி இல்ல? விஷ்ணுவோட தங்கச்சின்னா எனக்கு தங்கச்சி மாதிரி. உட்காருமா. ஏய், ஆ பேக் அங்க வச்சு உட்காருங்க. உட்காரு. உன்னை பார்த்தாலே ரொம்ப டயர்டாய மாதிரி இருக்கு. குடிக்கிறதுக்கு ஏதாவது எடுக்கட்டுமா? வேண்டான்டா. அப்படியொன்னும் சொல்லக்கூடாது. இதுவும் வீடு மாதிரி. கண்டிப்பா ஏதாவது சாப்பிடணும். டேய், தங்கச்சிக்கு ஜூஸ் கொடுறா. பயப்படாத, குடிமா. அப்படிதான். നിങ്ങൾക്കറിയാത്ത ഒരു കാര്യം കൂടി, അതും ഞാൻ പറയാം. മുസ്തഫയും ഇമ്മാനുവലി സ്വന്തം പെങ്ങളെയും കൊന്നത് അവനാ, ഉടുമ്പ്. അവൻ അത്രയ്ക്ക് ചട്ടിയാ. എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ ഏട്ടന്മാരെ. എന്നെ കൊല്ലരുത് വിഷേട്ടാ, എന്നെ കൊല്ലരുത്. കൊല്ലരുത് വിഷേട്ടാ.
പിന്നീട് അങ്ങോട്ട് വിഷ്ണുവേട്ടൻ്റെ വേറൊരു മുഖമായിരുന്നു. അന്ന് രാത്രി തന്നെ കുടുംബിനെ അവർ തീർത്തു. കൗണ്ടർ രക്ഷപ്പെട്ടു. വിഷ്ണുവേട്ടൻ എനിക്ക് നഷ്ടപ്പെടുമോ എന്ന്. വിഷ്ണുവേട്ടൻ്റെ മോള്. നീ പേടിക്കണ്ട, അവൾ അമ്മയുടെ തറവാട്ടിലുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ രക്ഷപ്പെടും. നീ അമ്മയ്ക്ക് ഫോൺ എടുത്തേ. അമ്മേ, വിഷ്ണുവേട്ടനാ. എന്താ മോനെ? ഇനി അവന്റെ ശല്യം ഉണ്ടാവില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് അയ്യോ, നീ എവിടെയാ മോനെ? നിനക്ക് എന്തെങ്കിലും പറ്റിയോ? ജോസഫ് മാഷിന്റെ വീട്ടില് സൂക്ഷിക്കണേ മോനെ. என்ன பரத், சொல்லுங்க. சார், விஷ்ணு கொல்லங்கோட்டை ஜோசப் ஏட்ட வீட்டுல. அப்படியா? நீ வச்சிருங்க, நான் பாத்துக்கிறேன். சரி. ഞങ്ങൾ രക്ഷപ്പെടുമ്പോൾ ഞങ്ങളുടെ രക്ഷയ്ക്കായി ചീളും കൂടെ കൂടി. പക്ഷെ എനിക്ക് വിഷ്ണുവേട്ടനെ വിട്ടുപോകാൻ പറ്റില്ലല്ലോ. പിന്നെ കൗണ്ടറിൻ്റെ അടിമത്തമായിരുന്നു. എല്ലാത്തിനും പിടിച്ചാൽ കോടതി കയറ്റി. അടിക്കല്ലേ അടിക്കല്ലേ. ആശാനെ, നമ്മുടെ പിള്ളേരെല്ലാവരും ഒരു പൊക്കിയാശാനെ. കോളനി മൊത്തം അടിച്ചു പൊളിക്കാശാനെ. ഇവിടെ വാടാ. ഏട്ടാ, ഏട്ടാ, കഥക്ക് തുറക്കേട്ടാ. ഞാനാണ്, ഭരത്താണ്. ഏട്ടാ, നീ എന്താ ഇവിടെ? അമ്മ പറഞ്ഞു ഏട്ടൻ ഇവിടെ ഉണ്ടെന്ന്. ഇവിടെ കണ്ട, നമുക്ക് അകത്തിരിക്കാം. ഏട്ടാ, ഏട്ടാ, വിഷ്ണു ഏട്ടാ. അയ്യോ ഏട്ടാ, ചോരയാണല്ലോ ഏട്ടാ. അയ്യോ അയ്യോ ഏട്ടാ, ചോരയാണല്ലോ ഏട്ടാ. ഏട്ടാ, ഏട്ടാ. അയ്യോ വിഷ്ണുട്ടാ, വിഷ്ണുട്ടാ, അയ്യോ എന്താ പറ്റിയേ? വിഷ്ണുട്ടാ, എന്താ പറ്റിയേ? അയ്യോ വിഷ്ണുട്ടാ. നിനക്ക് വധശിക്ഷ വാങ്ങിത്തരടാ. നടക്കങ്ങോട്ട്. പുറത്താരോ വന്നിട്ടുണ്ട്, ഒന്ന് നോക്ക്. ആ ചേച്ചി. ആരാ? എത്ര വർഷമായി കണ്ടിട്ട്. ചേച്ചി വാ ചേച്ചി വാ.
എന്റെ പൊന്നുമോനെ, നിന്നെ ഓർക്കാത്ത ദിവസങ്ങളില്ല. നീ മരിച്ചിട്ട് 18 വർഷം. അവൻ പോയ ശേഷം ജീവിക്കാനുള്ള ആഗ്രഹം തന്നെ പോയി ചേച്ചി. പക്ഷേ ആത്മഹത്യ ചെയ്യാനുള്ള ആപത്തില്ല. എന്തിനാണാവോ കർത്താവ് എന്നെ ഇങ്ങനെ ജീവച്ചവാക്കിയിട്ടേക്കുന്നത്? എല്ലാം തകർത്തില്ലേ അവൻ? അവനെ കുറിച്ച് എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ മോനെ അവൻ കൊന്നില്ലേ? അവന്റെ മോഹങ്ങളെല്ലാം തകർത്തില്ലേ? 18 വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട ആ കപ്പ് ഈ വർഷം നമുക്ക് തിരിച്ചു പിടിക്കണം. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കൂടിയാ ഞങ്ങൾ വന്നത്. വിഷ്ണുവിന്റെ ടീമൊക്കെ ഇപ്പൊ എവിടെയാ? അവരിപ്പോ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അറിയില്ല. അവരാരും ഈ കോളനിയിലേക്ക് വരാറില്ല. ഈ കോളനി ഇപ്പോ ഗവർണറുടെ കയ്യിലാ. ഇപ്പൊ ഈ കോളനി ഡാൻസ് കളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കുറച്ച് കുട്ടികൾക്ക് ഡാൻസ് അറിയാം. എന്നാ അവരെ നമുക്ക് കളിപ്പിക്കാം. പക്ഷെ ആര് പഠിപ്പിക്കൂ? അത് ഞാൻ പഠിപ്പിക്കും. ആശാൻ അന്ന് പഠിപ്പിച്ച് ഡാൻസ് ഇല്ലേ, അതെനിക്കറിയാം. ആര് ലീഡ് ചെയ്യും? അതിനൊക്കെ ആളെ ഞാൻ കൊണ്ടുവരാം. നമ്മുടെ മോൻ ആഗ്രഹിച്ച പോലെ കപ്പ് കോട്ടക്കുളം പയ്യൻസ് കൊണ്ടുവരും. ഞാനൊന്ന് എന്റെ മോന്റെ അടുത്ത് പോയി വരാം. ശരി. എന്റെ ആശാനെ, ആശാൻ അന്ന് നഷ്ടപ്പെടുവേക്കാം. ഈ പ്രാവശ്യം തിരിച്ചു പിടിക്കുക ആശാൻ. നിന്റെ അച്ഛനെ ഇല്ലാതാക്കി ആ കോളനി എന്നേക്കുമായി ഞാൻ വിട്ടു. അമ്മേ, ഇവരൊക്കെ ആരാ? ആ, വണ്ടി നിർത്തൂ, വണ്ടി നിർത്തൂ. എവിടെ ഞങ്ങളുടെ വിഷ്ണുവിന്റെ മകൻ? മോനെ, നിന്നെ ഞങ്ങൾക്ക് കൊട്ടക്കുളത്തേക്ക് വേണോടാ. നമുക്ക് കൊട്ടക്കുളത്തേക്ക് പോകാം. വാ വാ മോനെ. എന്റെ മോനെ അവന്റെ അച്ഛന്റെ കൂട്ടുകാരുടെ കൂടെ ഞാൻ വിട്ടു. അവനിനി കൊട്ടക്കുളത്തെ രാജാവായി വാഴട്ടെ. ஓ உதிர்ந்த ஒத்த கூந்தலில நான் பட்டம் ஆன ஓ தாவணி வீசும் காத்துல நான் காணா போன காட்டு மயில் கத்தி கூவ மேகந்தான் மெல்ல தூர கண்ணிரண்ட மூடி பார்த்தேன் கண்ணி மயில் நீரா வார பொசுக்குன்னு பூனை போல வந்து என்ன மெல்லதன ஓயாம வளப்புரியே ஓ உதிர்ந்த ஒத்த கூந்தலில நான் பட்டம் ஆன ஓ தாவணி வீசும் காத்துல நான் காணா போன
கரும்பு காட்டுல புகுந்த யானைய சும்மா நீ இருந்திடுமா? வேலி போட்டவும் சோழ காட்டுல கொஞ்சம் தின்னா குறைஞ்சிருமா? கல்லு போல நானும் கண்ணு முன்ன இருக்க நிழலாக ஏண்டி நெசமாக வார அடி போடி போடி பகட்டுக்காரி என்னைய அண்ட விட்ட நண்டா பட்டு கிட்ட பரிதவிச்சேன் ஓ உதிர்ந்த ஒத்த கூந்தலில நான் பட்டும் ஆன ஓ தாவணி வீசும் காத்துல நான் காணா போனேன் போல வந்து என்ன மெல்லதென ஓயாம வளப்புரியே കൽബിന്റെ പാടത്തൻ കരളിൽ കൂടൊരുക്കി കൽബിന്റെ പാടത്തൻ കരളിൽ കൂടൊരുക്കി മേലെ മാനത്ത് ചന്ദ്രിക തിരനീട്ടി എത്തുമ്പോൾ മുഹബത്തിൻ പൊരുളന്തെന്നറിയുന്നു ഞാൻ മധുരിക്കും ഓർമ്മകളാൽ മനതാരിൽ വിളങ്ങുന്ന ഗസൽ പൂത്ത സന്ധ്യകൾ നീ എന്നും ഓർക്കുന്നു കൽബിന്റെ പാടത്തൻ കരളിൽ കൂടൊരുക്കി കൽബിന്റെ പാടത്തൻ കരളിൽ കൂടൊരുക്കി നീ എന്റെ ചാരത്ത് ചിരി തൂകി അണയുമ്പോൾ പവിഴമ്പോൾ മഴ തൂകി സന്തോഷം
ഹൃദയത്തിനുള്ളിൽ നീ കരകാണാത്തിര പോലെ അലതല്ലും ഓളത്തിനാഘോഷം കഥകൾ പറഞ്ഞു തന്നു പിന്നെ പലവട്ടം പിണങ്ങി നിന്നു കുറുമ്പുമായി അടുത്തു വന്നു കാതിൽ പരിഭവം മൂളി നിന്നു മേലെ മാനത്ത് ചന്ദ്രികത്തിര നീട്ടി എത്തുമ്പോൾ മുഖബത്തിൻ ഉരുളന്തെന്നറിയുന്നു ഞാൻ മധുരയ്ക്കു ഓർമ്മകളാൽ മനതാരിൽ വിളങ്ങുന്ന ഗസൽ കൂട്ട സന്ധ്യകൾ നീ എന്നും ഓർക്കുന്നു കൽവിന്റെ പാടത്തൻ കരളിൽ കൂടൊരുക്കി കൽവിന്റെ പാടത്തൻ കരളിൽ കൂടൊരുക്കി ചന്ദ്രികത്തിര നീട്ടി എത്തുമ്പോൾ മുഹബത്തിൻ ഉരുളന്തെന്നറിയുന്നു ഞാൻ മധുരയ്ക്കു ഓർമ്മകളാൽ മനതാരിൽ വിളങ്ങുന്ന ഗസൽ കൂത്ത സന്ധ്യകൾ നീ എന്നും ഓർക്കുന്നു കൽവിന്റെ പാടത്തൻ കരളിൽ കൂടൊരുക്കി കൽവിന്റെ പാടത്തൻ കരളിൽ കൂടൊരുക്കി Hey!
ஒளிய காட்டி நான் வாழ்வேன் வாழ்வேன் ஒவ்வொரு வழிகளுமே ஒவ்வொரு பாடம்